ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. OTT ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശവുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. രാജ്യത്തെ നിയമങ്ങളും ധാർമ്മിക ചട്ടങ്ങളും പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ജനക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. പുതിയ ഡൽഹി സർക്കാരിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്ക് 1 ലക്ഷത്തിലധികം ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നിയമങ്ങളും 2021 IT നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ധാർമ്മിക ചട്ടങ്ങളും കർശനമായി പാലിക്കണമെന്ന് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. OTTയിലും സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കപ്പെടുന്നതായ പൊതുജന പരാതികളെ തുടർന്നാണ് നടപടി. ധാർമ്മികത കണക്കിലെടുക്കണമെന്നും ഉള്ളടക്കങ്ങൾ പ്രായാധിഷ്ഠിതമായി വർഗ്ഗീകരിക്കണമെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് OTT പ്ലാറ്റ്ഫോമുകളും അവയുടെ സെൽഫ് റെഗുലേറ്ററി ബോഡികളും ഉറപ്പുവരുത്തണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ സന്ദർശിച്ചു. 18 വയസ്സ് പൂർത്തിയായ ഓരോ പൌരനും വോട്ട് ചെയ്യണമെന്നും രാഷ്ട്രനിർമ്മാണത്തിനുള്ള ആദ്യപടിയാണ് വോട്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ഗ്യാനേഷ് കുമാർ ഇന്നലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ഡൽഹി മുഖ്യമന്ത്രിയായി BJP നേതാവ് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 6 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പർവേഷ് സിംഗ്, ആഷിഷ് സൂദ്, മജിന്ദർ സിംഗ് സിർസ, രവീന്ദർ ഇന്ദ്രരാജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ എന്നിവരാണ് മന്ത്രിമാരായി ചുമതലയേറ്റത്. ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ശ്രീമതി രേഖ ഗുപ്ത പറഞ്ഞു. आज हम सचिवालय में आके मुख्यमंत्री कार्यालय में मैंने चार्ज भी संभाल लिया है और शाम को तुरंत आज की डेट में कैबिनेट की मीटिंग भी रख ली गई है. जो मिशन विकसित दिल्ली का है उसको पूरा करने के लिए लगातार काम किया जाएगा. एक भी दिन उसमें से व्यर्थ नहीं होगा और एक कमिटमेंट जो हमारी दिल्ली से है उसे पूरा करेंगे. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് ശ്രീമതി രേഖ ഗുപ്ത. പുതിയ ഡൽഹി സർക്കാരിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ രേഖ ഗുപ്ത ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ ഭരണത്തിലും സജീവമായിരുന്ന മികച്ച പ്രവർത്തകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡൽഹിയുടെ വികസനത്തിനായി പൂർണ്ണ ശക്തിയോടെ മികച്ച ഭരണം കാഴ്ചവെക്കാൻ ശ്രീമതി രേഖ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ NDA മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം ചേർന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി വിജയ് കേശവ് പ്രസാദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവരും സന്നിഹിതരായിരുന്നു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേനയും അതിർത്തി ഗാർഡ് ബംഗ്ലാദേശും തമ്മിലുള്ള 55ാമത് ഡയറക്ടർ ജനറൽ തല അതിർത്തി ഏകോപന സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിച്ചു. നുഴഞ്ഞുകയറ്റം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, കള്ളക്കടത്ത് തുടങ്ങിയ തടയൽ, സംയുക്ത പെട്രോളിംഗ്, പൊതുജന അവബോധം ഊർജിതമാക്കുക എന്നിവയ്ക്ക് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി, BGB ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അഷ്റഫുസ്മാൻ സിദ്ദിഖി എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സ, തദ്ദേശീയമായി വികസിപ്പിച്ച ചികിത്സാ രീതികൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദ ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഹൃദയം പദ്ധതി ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുനരാരംഭിക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു.
ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും 2 ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ ജയന്ത് ചൌധരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോർക്ക റൂട്ട്സ് ചെയർമാൻ എം എ യൂസഫലി വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും കേരളത്തിൽ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കൂടി അനുവദിച്ചു അടുത്ത ആഴ്ചയിൽ 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി 812 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരന്റെ സേവന കാലാവധി 2 വർഷത്തേക്ക് നീട്ടി കാലാവധി 2027 മാർച്ച് വരെ നീട്ടിയ ഉത്തരവ് ധനമന്ത്രാലയം പുറത്തിറക്കി 2022 ജനുവരിയിലാണ് ശ്രീ വി അനന്തനാഗേശ്വരൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റത് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി രാജ്യത്തുടനീളമുള്ള മികച്ച കമ്പനികളിൽ 1 ലക്ഷത്തിലധികം ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് 2ാം ഘട്ടം വാഗ്ദാനം ചെയ്യുന്നത് ഊർജ്ജം ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങൾ ട്രാവൽ ആന്റ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങി നിരവധി മേഖലകളിലെ 300-ലധികം കമ്പനികളിൽ അവസരങ്ങളുണ്ടെന്ന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അറിയിച്ചു 2ാം ഘട്ടത്തിൽ ഓരോ അപേക്ഷകനും 3 ഇന്റേൺഷിപ്പ് അപേക്ഷകൾ വരെ നൽകാം ആദ്യഘട്ടത്തിൽ 6 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചിരുന്നു രാജ്യത്തുടനീളം സാംക്രമികേതര രോഗങ്ങൾക്കെതിരെ സ്ക്രീനിംഗ് തുടക്കമിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്ത മാസം 31 വരെ 30 വയസ്സിന് മുകളിലുള്ളവർക്ക് പരിശോധന നടത്താം രക്തസമ്മർദ്ദം പ്രമേഹം ക്യാൻസർ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ അവസരമുണ്ട് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്ത്രീകളുടെ സംഭാവനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പൂനെയിൽ ഏഷ്യ ഇക്കണോമിക് ഡയലോഗ് 6ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം We are producing the world's largest number of STEM graduates. 43% of these STEM graduates today from India are women. And it's these women of substance who are leading the charge, what Prime Minister Modi calls women-led development in the country. And frankly, we can never aspire to become a developed nation unless we make sure that our sisters, our daughters contribute equally to the economy. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 228 റൺസിന് പുറത്താവുകയായിരുന്നു ദുബായ് സ്റ്റേഡിയത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസ് എടുത്തിട്ടുണ്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ന് കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ ഗുജറാത്ത് 1ാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സിൽ കേരളം 457 റൺസ് എടുത്തിരുന്നു 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയും വിദർഭയും തമ്മിലാണ് പോരാട്ടം മഹാകുംഭമേള അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രയാഗ്രാജിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു കുംഭമേളയെ ശുചിത്വത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒത്തുകൂടലായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയത് നമാമി ഗംഗെ ദൌത്യത്തിന്റെ ഭാഗമായി 10 മലിനജല സംസ്കരണ പ്ലാന്റുകൾ പരിസരത്ത് സജ്ജമാക്കിയിട്ടുണ്ട് G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ദക്ഷിണാഫ്രിക്കയിൽ തുടക്കമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് ജോഹന്നാസ്ബർഗിൽ എത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബ്രസീൽ വിദേശകാര്യമന്ത്രി മൌറോ വിയേരയുമായും സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായും കൂടിക്കാഴ്ച നടത്തി ആഗോള വിഷയങ്ങളും ഉഭയകക്ഷി സഹകരണവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഹമാസ് ബന്ദികളാക്കിയ 4 ഇസ്രായേലി പൌരന്മാരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൈമാറി മൃതദേഹങ്ങൾ ഔദ്യോഗികമായി തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ മാസം 19-ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിനു ശേഷം 28 ബന്ദികളെ വിട്ടയച്ചു ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ 48,000-ത്തിലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു പ്രധാന വാർത്തകൾ വീണ്ടും OTT ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശവുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം രാജ്യത്തെ നിയമങ്ങളും ധാർമ്മിക ചട്ടങ്ങളും പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ജനക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പുതിയ ഡൽഹി സർക്കാരിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കൾക്ക് 1 ലക്ഷത്തിലധികം ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 229 റൺസ് വിജയലക്ഷ്യം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35